Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട ദൈവജനമേ, ദാ വീണ്ടും നമ്മൾ ഒരുമിച്ച് ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ശുശ്രൂഷ അനുഭവം സ്വന്തമാക്കുകയാണ്. പരിശുദ്ധാത്മാവിന് നമ്മളെയൊക്കെ അങ്ങേയറ്റം സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ശുശ്രൂഷ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള നമ്മളെയാണ് കർത്താവ് തെരഞ്ഞെടുത്ത് ഈ ശുശ്രൂഷയിലോട്ട് ചേർത്തിരിക്കുന്നത്. എന്തിനാണ് നമ്മളെ ഇങ്ങനെ ചേർത്തിരിക്കുന്നത്? നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി. ശാരീരികമായി നമ്മൾ വളരുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ ആത്മീയമായ വളർച്ച അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ അനുദിന ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട ചില മേഖലകൾ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി നൽകാൻ പോവാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ആയിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു കണ്ണുകളടച്ച്, ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. തടസ്സങ്ങൾ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റണമേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി എൻ്റെ ശരീരത്തിലും മനസ്സിലും നിറയണമേ. രോഗികളായിട്ടുള്ളവര് നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ. മനസ്സിൽ ഭാരമുള്ളവര് ആ ഭാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് നിന്റെ ഭാരത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു, നിന്റെ രോഗത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. കൈകൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, അത്ഭുത ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ആരാധന, ആരാധന, ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചേർന്നു കയ്യൊക്കെ അടിച്ച് പാടിക്കേ. പരിശുദ്ധാത്മാവേ, ആമേൻ. പാവനാത്മാവേ, ആമേൻ. യേശുവിനാത്മാവേ, എന്നിൽ നിറയണമേ. ചേർന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിന്റെ ആത്മാവേ, യേശുവിനാത്മാവേ, നിറയണം. എന്നിൽ നിറയണമേ. ചേർന്ന് ചേർന്ന്. തീയായ എന്നിൽ കത്തണമേ, കാറ്റായ എന്നിൽ വീശണമേ, മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, പാടിക്കേ. തീയായ എന്നിൽ കത്തണമേ, കാറ്റായ എന്നിൽ വീശണമേ, മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായ എന്നിൽ കത്തണമേ, കാറ്റായ എന്നിൽ വീശണമേ, മഴയായ എന്നിൽ പെയ്യണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്. തീയായ എന്നിൽ കത്തണമേ, കാറ്റായ എന്നിൽ വീശണമേ, മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലേക്കും വലിയ അഭിഷേകം പരിശുദ്ധാത്മാവിനെ ചൊരിയണമേ. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവെടുത്ത് മാറ്റട്ടെ. ദൈവിക ശക്തിയാൽ നിറയപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാ, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. കൃപയ്ക്ക് മേൽ കൃപ നിറയപ്പെടട്ടെ. ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നവര് ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിച്ച് സ്തുതിക്കട്ടെ. ദൈവിക ശക്തി ഓരോ വ്യക്തികളുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേക ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. കരങ്ങളൊക്കെ കൂപ്പി സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ വലതും ഇടതും നിൽക്കുന്നവരെയൊക്കെ ഒന്ന് വിളിച്ച്, എന്നിട്ട് അവർക്കൊരു സ്തുതി കൊടുത്തേ, അവർക്കൊരു അഭിഷേകം കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട ഒരു മേഖലയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. നമ്മൾ ഈ വിഷയം പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ ഇന്നത്തെ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് സമ്മാനിക്കും.
നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ, സംശയമൊന്നുമില്ല. എല്ലാവരും പല രീതികളിൽ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നിൻ്റെ പ്രാർത്ഥനാ രീതികളിൽ ചില ശ്രദ്ധ നിനക്ക് ആവശ്യമാണ്. നമ്മളെ ഇത് ഓർമ്മപ്പെടുത്തി നൽകുന്നത് ഇത് ലൂക്കായുടെ സുവിശേഷത്തിലെ ഒരു വചനഭാഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ്. നമുക്കതൊന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വചനഭാഗം. ബൈബിൾ ഉള്ളവരും തുറക്കണം, എന്നിട്ട് ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് വളരെ പരിചിതമായ 10 കുഷ്ഠരോഗികളുടെ സംഭവമാണ്, നമുക്കറിയാം. എങ്കിലും ഞാൻ ഈ അവസരത്തിലൊന്ന് വായിക്കാം. എന്നോട് ചേർന്ന് ബൈബിൾ തുറന്നിട്ടുള്ളവർ ഒരുമിച്ച് വായിക്കണം കേട്ടോ. ഒച്ചത്തി വായിച്ചോ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഒച്ചത്തി വായിച്ചോ, അടുത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് കേൾക്കണം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 17, 17-ാം അധ്യായം 11 മുതലുള്ള വചനം. 10 കുഷ്ഠരോഗികൾ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ ഗുരോ, ഞങ്ങളിൽ കനിയണമെന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പുറത്തുപോയി, നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യമായിട്ടാണോ ഈ വചനം കേൾക്കുന്നത്? അല്ലല്ല, പല തവണ നമ്മൾ കേട്ടിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള വചനഭാഗം. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉന്നയിക്കപ്പെടുകയാണ്. ചോദ്യം ഇതാണ്: 10 പേര് സൗഖ്യം പ്രാപിച്ചു അല്ലേ? 10 പേര് സൗഖ്യം പ്രാപിച്ചു. അതിൽ ഒരുത്തൻ തിരിച്ചു വന്നു. ഈ തിരിച്ചു വന്നവന് എന്ത് കിട്ടി? ഇതാണ് ചോദ്യം. ഈ 10 പേർക്ക് എന്ത് കിട്ടി? സൗഖ്യം കിട്ടി. ഒരുത്തൻ തിരിച്ചു വന്നു, അവൻ എന്ത് മെച്ചം? അവൻ എന്ത് കിട്ടി? നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് എന്ത് മെച്ചം അല്ലേ? പ്രാർത്ഥിച്ചാൽ എന്ത് മെച്ചം, ഇയാളെ സ്നേഹിച്ചാൽ എന്ത് മെച്ചം എന്ന് പറഞ്ഞ ഒരു കച്ചവട മനസ്സ് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. എന്താണ് എനിക്കിതിൽ നിന്ന് ലാഭം, മെച്ചം? അപ്പോൾ ഈ ഒരു പാസേജിൽ, ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യം, ഈ 10 പേര് കുഷ്ഠരോഗികൾ 10 എണ്ണം സൗഖ്യപ്പെട്ടു, ഒരുത്തൻ തിരിച്ചു വന്നു. അവൻ എന്ത് ചെയ്തു? അവൻ നന്ദി പറഞ്ഞു. അവൻ എന്ത് മെച്ചം കിട്ടി? എന്ത് കിട്ടി? പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വചനത്തിൻ്റെ അവസാന ഭാഗത്തൊരു കാര്യം എഴുതി വച്ചിരിക്കുന്നു. അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷ പറഞ്ഞേ, രക്ഷ. രക്ഷ, ഇത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഏത്? രക്ഷ. രക്ഷ. പ്രിയപ്പെട്ടവരെ, രക്ഷയാണോ സൗഖ്യമാണോ പ്രധാനപ്പെട്ടത്? രക്ഷയാണോ സൗഖ്യമാണോ പ്രധാനപ്പെട്ടത്? സൗഖ്യം വേണ്ടേ? വേണം. പിന്നെ രക്ഷ വേണ്ടേ? രക്ഷയും വേണം. അപ്പോൾ ഇതിലേതാ പ്രധാനപ്പെട്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രക്ഷയാണ് പ്രധാനം. സൗഖ്യത്തിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ ഈ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചു, നാളെ അവന് വേറെ രോഗങ്ങൾ വരാം അല്ലേ? ലാസർ ഉയർപ്പിക്കപ്പെട്ടു, പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചു. എന്ന് പറഞ്ഞാൽ രോഗപീഠകൾ പലതും നമ്മൾ വരുന്നു. നമുക്ക് വരുന്ന രോഗപീഠകളുടെ മുമ്പിൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവ് ആ വിഷയത്തിൽ ഇടപെടുന്നു, സൗഖ്യം ലഭിക്കുന്നു. പക്ഷെ കുഴപ്പം എന്താണ്? സൗഖ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിലപാടുകൾ നിരത്തുന്നതെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. സൗഖ്യത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് രക്ഷ. സൗഖ്യത്തിൻ്റെ പ്രത്യേകത, ഇന്ന് നീ പ്രാർത്ഥിച്ചു, കാലുവേദന മാറാൻ പ്രാർത്ഥിച്ചു, കാലുവേദന മാറി. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ വയറുവേദന, 2 മാസം കഴിയുമ്പോൾ തലവേദന, 3 മാസം കഴിയുമ്പോൾ അടുത്ത വേദന, ആ രോഗം ഈ രോഗം അല്ലേ? ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാര്യം നടക്കണം, കാര്യം നടക്കണം.
യൂദാസ്ലീഹായാകാം, അന്തോനിസ് പുണ്യവാളനാകാം, 9 ദിവസമാവാം, അല്ലേ, 30 ദിവസമാവാം. ഇന്ന ധ്യാന കേന്ദ്രത്തിലെ പ്രാർത്ഥന, ഇന്ന പ്രാർത്ഥന, പല രീതികളിലാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്താ? അല്ല, കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്ന് പ്രാർത്ഥിച്ചതുപോലെ അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛ, ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് അമ്മ? എൻ്റെ മകൻ ജർമ്മനിക്ക് പോകാൻ. ഞാൻ പറഞ്ഞു, ജർമ്മനിക്ക് പോയോ? പോയച്ചാ, പോയി. പക്ഷെ അച്ഛ ഇപ്പം സങ്കടം, ജർമ്മനി ചെന്ന എൻ്റെ മകൻ്റെ സ്വഭാവത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പം ഇനി എന്തു ചെയ്യും? എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടെ? ഇനി ഞാൻ എവിടെ പോയി പ്രാർത്ഥിക്കണം? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പല ഓട്ടത്തിലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? രക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർക്കും പുറമേ വന്ന് എടുത്തോണ്ട് പോകാൻ പറ്റാത്ത ഒന്നാണ് രക്ഷ. അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആർക്കും നമ്മളെ നശിപ്പിക്കാൻ പറ്റില്ല, ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. രക്ഷ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ജർമ്മനിക്കുള്ള വിസ കിട്ടിയില്ലെങ്കിലും നിന്റെ ജീവിതത്തിൽ കൊറോണ വന്നാലും പ്രളയം വന്നാലും ദുരിതങ്ങൾ എന്തെല്ലാം വന്നാലും രക്ഷ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വലിയ സമാധാനമുണ്ടാകും. ഈ കാലഘട്ടത്തിൽ ദൈവജനമേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 10 കുഷ്ഠരോഗികളിൽ വിജാതീനായ ആ വ്യക്തി സൗഖ്യം പ്രാപിച്ച് തിരിച്ചു വന്നിട്ട് അവനെടുത്ത നിലപാട് എൻ്റെയും നിൻ്റെയും മുമ്പിൽ പഠിപ്പിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം? രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രക്ഷ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൗഖ്യം കിട്ടിക്കോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മീയ രഹസ്യം തിരിച്ചു അറിയുന്നുണ്ടല്ലോ, അല്ലേ? അതായത് രക്ഷ അനുഭവിച്ചാൽ അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം നമുക്ക് കിട്ടിക്കോളും. അപ്പം ഇപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ, എങ്ങനെയാണ് എനിക്ക് രക്ഷ കിട്ടുന്നത്? ഇന്ന് വായിച്ച വചനഭാഗത്തിൽ ഈ കുഷ്ഠരോഗി, സൗഖ്യപ്പെട്ടവൻ, വിജാതീയൻ നമ്മുടെ മുമ്പിൽ ചില വഴികൾ 1, 2, 3 3 വഴികൾ അവൻ പറഞ്ഞു തരികയാണ്. ഇത് ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 15-ാം തിരുവചനം ഇങ്ങനെയാണ്: അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ സ്തുതിക്കണം. എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. ആഹാ, ദൈവത്തെ സ്തുതിക്കണമെന്നൊക്കെ പറയുമ്പോൾ ചിലർ ചിന്തിക്കുന്നത്, എൻ്റെ ഓർത്തോട്ടാ അച്ഛാ സ്തുതിക്കണേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്തുതിക്കാൻ പറ്റിയ അവസ്ഥയൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ആയിരിക്കുന്ന അവസ്ഥ എന്താണോ അതിനെ ഒരു സ്തുതിപ്പാക്കി മാറ്റണം. തകർച്ചയുണ്ടോ? ആ തകർച്ചയെ ഒരു സ്തുതിപ്പാക്കി മാറ്റണം. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? അതിനെ ഒരു സ്തുതിപ്പാക്കി മാറ്റണം. അവഗണിക്കപ്പെട്ടിരിക്കുകയാണോ? ഒറ്റപ്പെട്ടിരിക്കുകയാണോ? രോഗാവസ്ഥയിലാണോ? അതിനെ ഒരു സ്തുതിപ്പാക്കി മാറ്റണം. സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ അന്തരീക്ഷം മാറാൻ തുടങ്ങും, അല്ലേ? പൗലോസും ശീലാസും സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 26-ാം തിരുവചനം പഠിപ്പിക്കുന്നു, അന്തരീക്ഷം മാറി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ഭൂമിയുണ്ടല്ലോ, ആ മണ്ണിങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിലൊക്കെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നില്ലേ? ഇതാ ആദിമ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അന്തരീക്ഷം കുലുങ്ങാൻ തുടങ്ങി. പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ചുറ്റുമുണ്ട്. ഇതിൻ്റെ ഒത്ത നടുവിൽ അവർ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതികൂല സാഹചര്യം അനുകൂലമായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രതികൂല സാഹചര്യം അനുകൂലമായിട്ട് മാറും എപ്പോൾ? സ്തുതിക്കുമ്പോൾ. ഇതാ വിജാതീനായ സൗഖ്യപ്പെട്ട ഈ കുഷ്ഠരോഗിയുടെ നിലപാട്, ദൈവത്തെ സ്തുതിച്ചു. 16-ാം തിരുവചനം, അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിനെ ആരാധിച്ചു. ആരാധന. എന്താണ് ആരാധന? ഒന്നാമത്തെ എന്തായിരുന്നു? സ്തുതിപ്പ്. രണ്ടാമത്തത് ആരാധന. ആരാധന. ദൈവത്തെ ആരാധിക്കുന്നിടത്ത് സാത്താന് നിൽക്കാൻ പറ്റില്ല. ദൈവത്തെ ആരാധിക്കുന്നിടത്ത് സാത്താന് നിൽക്കാൻ പറ്റില്ല. നമ്മളത് വിശ്വസിച്ചോണം. പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൈശാചിക പീഡയുണ്ടോ? പേടിച്ച് വിറച്ചിരിക്കുകയാണോ? ആരെങ്കിലും നിന്നോട് പറഞ്ഞു കൂടോത്രം മന്ത്രവാദം നിന്റെ കുടുംബത്തിനെതിരെ ചെയ്തിട്ടുണ്ട്, നിന്റെ കുടുംബം നശിച്ചു പോവും, നീ നശിച്ചു പോവും, നീ ഇത് കേട്ടിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണോ? നീ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണോ? ഇതാ വചനം പഠിപ്പിക്കുന്നു, നിനക്ക് രക്ഷ വേണോ?
നീ ആരാധിക്കാൻ തയ്യാറാണ്. നിന്റെ വീട്ടിൽ ദൈവാരാധന തുടർന്നാൽ അതാണ് കുടുംബ പ്രാർത്ഥനയുടെ മെച്ചം. കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്വഭാവ ശൈലി ഉണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിൽ തിന്മയ്ക്ക് നിൽക്കാൻ പറ്റില്ല. വിജാതീനായ ഈ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവനെടുത്ത നിലപാട് സ്തുതിച്ച് ആരാധിച്ച്, മൂന്നാമത്തെ കാര്യം അവൻ പ്രണമിച്ച് നന്ദി പറഞ്ഞു. താങ്ക് യു, നന്ദി പറഞ്ഞു. 3 കാര്യങ്ങൾ: സ്തുതിക്കണം, ആരാധിക്കണം, നന്ദി പറയണം. രക്ഷ അനുഭവിക്കണമെങ്കിൽ ഞാനും നീയും ചെയ്യേണ്ട കാര്യം ഈ കുഷ്ഠരോഗി പഠിപ്പിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കാൻ, സ്തുതിക്കാൻ, നന്ദി പറയാനുള്ള ഒരു മനസ്സുണ്ടാവണം. അങ്ങനെയുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത രക്ഷ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാൻ പറ്റും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം ഈ ആത്മീയ സത്യം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. ദാനിയേലിൻ്റെ പ്രവചനം നമ്മുടെ മുമ്പിൽ സുന്ദരമായൊരു കാര്യം ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ദാനിയേലിൻ്റെ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനത്തിൽ ദാനിയേൽ എന്ന പ്രവാചകനെ കുറിച്ച് ഒരു വചനമുണ്ട്. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് 10 വചനം പറയാണ്: രേഖയിൽ മുദ്ര വച്ചിരിക്കുന്നെന്നറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തെന്ന്. സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറഞ്ഞു. സങ്കീർത്തകനായ ദാവീദ് ഇതിനെക്കുറിച്ച് നമ്മളെ സുന്ദരമായി പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം സങ്കീർത്തനം 103 അതിൻ്റെ 1 മുതലുള്ള വചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 103 എടുത്തു വായിക്കണം. സങ്കീർത്തനം 103 1 മുതലുള്ള വചനത്തിൽ പറയാണ്: എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. കണ്ടോ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, നന്ദി പറയുമ്പോൾ രോഗപീഠകൾ മാറും, ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങൾക്ക് അറുതി വരുത്തും. അപ്പോൾ പ്രധാനപ്പെട്ടത് ഏതാ? ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറഞ്ഞ് രക്ഷ സ്വന്തമാക്കുക. ഈ ഭൂമിയിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊളുത്തി നമ്മൾ അവിടെ കിടക്കാനല്ല, മറിച്ച് ഒരിക്കലും ആർക്കും നമ്മളെ നശിപ്പിക്കാൻ പറ്റാത്ത നിത്യം നിലനിൽക്കുന്ന രക്ഷ അനുഭവിക്കാനുള്ള കൃപ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കുഷ്ഠരോഗി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. തുടർന്നുള്ള ആരാധന സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ സ്തുതിക്കാൻ, നന്ദി പറയാൻ, ആരാധിക്കാനുള്ള ഒരു മനസ്സ് പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും സമ്മാനിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കാം. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പിച്ചേർന്ന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ചേർന്ന് പാടാം. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് മുമ്പിൽ സജീവനായിട്ടുള്ള ദൈവ സാന്നിധ്യം. ഓ ദൈവമേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എൻ്റെ മേൽ ഇന്നോളം ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. കർത്താവേ,
കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കൃപ തന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ദൈവമേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആരാധനാ ശുശ്രൂഷ അത്ഭുതകരമായ ദൈവ സാന്നിധ്യത്തിൻ്റെ സമയമാണ്. ഇതാ, നീ ആയിരിക്കുന്ന ഇടത്തേക്ക് യേശു കടന്നു വന്ന് അനുഗ്രഹിക്കുന്ന സമയമാണ്. ഈശോ നിന്നോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം, നിനക്ക് എന്താണ് വേണ്ടത്? സൗഖ്യമാണോ വേണ്ടത്, അതോ രക്ഷയാണോ വേണ്ടത്? ഇതായി ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ നിത്യം നിലനിൽക്കുന്ന, ആർക്കും നിന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഈ രക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. രക്ഷ അനുഭവിക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? 10 കുഷ്ഠരോഗികളിൽ ഒരുവൻ തിരിച്ചു വന്നു. അവൻ ചെയ്ത പ്രവൃത്തി ശ്രദ്ധിക്കണം. അവൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു, അവൻ ആരാധിച്ചു, അവൻ ദൈവത്തെ സ്തുതിച്ചു. എവിടെയാണോ നന്ദിയും ആരാധനയും സ്തുതിയും ഉള്ളത്, അവിടെ വലിയ രക്ഷയുടെ അനുഭവം ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ ജീവിതത്തിൽ നന്ദി പറയാൻ, സ്തുതിക്കാൻ, ആരാധിക്കാനുള്ള വലിയ തീരുമാനം. ആ തീരുമാനത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് നിന്നിൽ ഇടപെടും. ഒരു പുതിയ അഭിഷേകത്തിലേക്ക് നിന്നെ നയിക്കും. നിന്റെ ജീവിതത്തിൽ ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത രക്ഷ നിനക്ക് സമ്മാനിക്കപ്പെടും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്കെല്ലാവർക്കും സ്തുതിക്കുമ്പോൾ നാവ് തുറന്ന് പ്രാർത്ഥിക്കുക. നിന്റെ വീട്ടിൽ, നിന്റെ സൗഹൃദ വലയത്തിൽ, നിന്റെ ദേശത്ത് ഇതാ ഇപ്രകാരം നീ പ്രാർത്ഥിക്കുന്നത് വഴി വലിയ രക്ഷയാണ് കർത്താവ് സമ്മാനിക്കുന്നത്. നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ശക്തമായ അഭിഷേകം വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകത്തിലേക്ക് നയിക്കപ്പെടട്ടെ. ആരാധന, ആരാധന, ആരാധന. കൈയടിച്ചു പാടാം സന്തോഷത്തോടെ. ജീവനുള്ള നാളുകളെല്ലാം ആമേൻ, ആമേൻ. സ്തുതിച്ചു പാടിയിടുമേ. കർത്താവേ, ജീവനുള്ള നാളുകളെല്ലാം ഞാൻ സ്തുതിച്ചു പാടും, സ്തുതിച്ചു പാടിയിടുമേ. ഓ കർത്താവേ, നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. കർത്താവേ, അങ്ങ് ചെയ്ത നന്മകൾക്ക് എന്നും സ്തുതിക്കും. ആമേൻ, ആമേൻ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന, ആരാധന അങ്ങയ്ക്ക്, ആരാധന, ആരാധന അങ്ങയ്ക്ക്. യേശു നിന്നെ ആശീർവദിക്കുന്ന സമയത്ത് ദൈവജനമേ, ഈ ആരാധന സ്തുതിഗീതങ്ങളോട് ചേർന്ന് വിശ്വസിക്കുക. എന്റെ മേൽ കർത്താവ് അനുഗ്രഹിക്കുന്നു.